രാമക്ഷേത്രം പോലുള്ള വിഷയങ്ങൾ ഉന്നയിച്ച് ഇന്ത്യയിൽ സ്പർദ്ധ ഉണ്ടാക്കരുതെന്ന് RSSന്റെ സർസംഘ് ചാലക് ഡോക്ടർ മോഹൻ ഭഗവത് ജി, ഞാനടക്കമുള്ള ഒരുപാട് ആക്ടിവിസ്റ്റുകൾ, ഗാന്ധിയൻ പാതയിൽ പോകുന്നവർ ഒരുപാട് കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം പൂജനീയ സർസംഘ് ചാലക് പറഞ്ഞത് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. അദ്ദേഹം വളരെ ഇഫക്റ്റീവായ ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് ഈ ആസ്പയറിംഗ് ഹിന്ദു ലീഡേഴ്സ്, ഭാവിയിൽ നേതാക്കളാകാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് അമ്പലം പള്ളി ഇഷ്യൂ ഉണ്ടാക്കുന്നത്. 100% സത്യമാണ്. അതായത് മനഃപൂർവ്വം സ്വയം നേതാകാൻ വേണ്ടി നമ്മുടെ ദൈവങ്ങളെ ചൂഷണം ചെയ്യുന്നവരാണ് ഈ പല ആൾക്കാരും. മനഃപൂർവ്വം അലമ്പുണ്ടാക്കി അമ്പലത്തിന്റെയും പള്ളിയുടെയും പേരിൽ പ്രശ്നം ഉണ്ടാക്കി ഇത് ചെയ്യുന്നതാണ്. എന്നിട്ട് ഇദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുകയാണ്, ഇന്ത്യയുടെ ബഹുസ്വര പാരമ്പര്യം എന്ന് പറഞ്ഞാൽ ശ്രീരാമകൃഷ്ണ മിഷനിൽ വിവേകാനന്ദന്റെ ആശ്രമത്തിൽ ഏറ്റവും മനോഹരമായി ക്രിസ്മസ് ആഘോഷിക്കുന്നതാണ് നമ്മുടെ ബഹുസ്വര പാരമ്പര്യം. വളരെ സത്യമാണ്, ഞാനത് കണ്ടിട്ടുണ്ട്. അത് കണ്ണ് നിറയ്ക്കുന്നൊരു കാഴ്ചയാണ്. അതായത് അമ്മ മേരിയുടെയും യേശുക്രിസ്തുവിന്റെയും ചിത്രത്തിന് ചുറ്റും ആരതി ഒഴിയുന്ന കാവിയിട്ട ഹിന്ദു സന്യാസിമാരെ കാണാം. അത് വിവേകാനന്ദന്റെ പാരമ്പര്യമാണ്, മഹാത്മാഗാന്ധിയുടെ പാരമ്പര്യമാണ്. അതാണ് ആർഷഭാരത സംസ്കാരം. എന്നിട്ട് RSSന്റെ സർസംഘ് ചാലക് പറയുന്നു, നമ്മളെല്ലാം ഹാർമണിയിലാണ് ഇവിടെ കഴിയുന്നത്. ലോകത്തിന് നമ്മൾ കൊടുക്കേണ്ടത് ഹാർമണിയാണ്. രാം മന്ദിർ ഉണ്ടായി, പലപ്പോഴും തർക്കങ്ങൾ ഉണ്ടായി, ഹിന്ദു സെന്റിമെന്റ്സിനെ ആൾക്കാർ ബഹുമാനിച്ചു. ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും അമ്പലവും പള്ളിയും തർക്കം ഉണ്ടാകുന്നത് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയുന്നതല്ല. രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. പേരെടുത്തു പറയാതെ അദ്ദേഹത്തിന്റെ പ്രസ്താവനയാണ്. അത് ഹിന്ദു സമൂഹത്തിലെ ഒരുപാട് പേർ, ഞാനടക്കമുള്ള ഒരുപാട് പേർക്ക് മനസ്സിലുള്ള ദേഷ്യമാണ് അത് റിഫ്ലക്ട് ചെയ്യുന്നത്. എവറി ഡേ എ ന്യൂ മാറ്റർ ഈസ് ബീങ് റേക്ഡ് അപ്പ്. ഓരോ ദിവസവും പുതിയൊരു അമ്പലം പള്ളി തർക്കം ഉണ്ടാക്കുകയാണ്. ഇതെങ്ങനെ അനുവദിക്കാനാകും? ഇത് ഒരു കാരണവശാലും അനുവദിക്കാനാകില്ല. ഇന്ത്യ നീഡ്സ് ടു ഷോ ദാറ്റ് വി ക്യാൻ ലിവ് ടുഗദർ. നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിയുമെന്ന് ലോകത്തെ കാണിക്കണം. പൂനെയിൽ വിശ്വഗുരു ഭാരത് എന്ന ലെക്ചർ സീരീസിന്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം ഇത് പറഞ്ഞത്. നമ്മുടെ മുമ്പത്തെ കാലത്തെ ഇത്തരം തെറ്റുകളിൽ നിന്ന് നമ്മൾ പഠിക്കണം. അതുകൊണ്ട് ആ തെറ്റുകൾ നമ്മൾ ഒരു കാരണവശാലും ആവർത്തിക്കരുത്. നമ്മുടെ രാജ്യം ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് സഞ്ചരിക്കുന്നത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരമാണ് നമുക്ക് മുമ്പോട്ട് പോകേണ്ടത്. ഡേയ്സ് ഓഫ് ഹെജുമണി ആർ ഓവർ. ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അധീശത്വത്തിന്റെ കാലം യഥാർത്ഥത്തിൽ കഴിഞ്ഞു എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം തന്നെ നമ്മുടെ ചരിത്രത്തിൽ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. മുഗൾ കാലഘട്ടത്തിൽ ഔറംഗസേബ് ചില പ്രശ്നങ്ങൾ കാണിച്ചിരുന്നുവെങ്കിൽ ബഹദൂർ ഷാ സഫർ ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളെ ബഹുമാനിക്കുകയും നല്ല ബന്ധം ഹിന്ദുക്കളോട് ഒരുമിച്ച് നിർത്തുകയും കൗസിലോട്ടർ അടക്കമുള്ള വിഷയങ്ങളിൽ ഏറ്റവും അനുകൂലമായ തീരുമാനമെടുക്കുകയും ചെയ്യുന്നതായിരുന്നു. അടുത്തതും വളരെ പ്രധാനമാണ്, ഓരോ ഹിന്ദുവും കേട്ടിരിക്കേണ്ട വാക്യമാണ്. അതായത് അയോധ്യയിലെ രാം മന്ദിർ ഹിന്ദുക്കൾക്ക് കൊടുക്കണമെന്ന് തീരുമാനിച്ചു. അത് നല്ലതാണ്, അങ്ങനെ തന്നെ പോട്ടെ, അത് ചരിത്രത്തിലെ ഒരു ഇതാണ്. പക്ഷേ ആ കാലഘട്ടത്തിൽ തന്നെ ബ്രിട്ടീഷുകാർ, അതായത് ഇത് നമ്മുടെ ഇപ്പോഴത്തെ അയോധ്യ രാം മന്ദിർ അല്ല, മുമ്പത്തെ ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിലാണ് പറഞ്ഞത്. ബ്രിട്ടീഷുകാര് രണ്ട് സമുദായങ്ങൾ തമ്മിൽ, ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഇടയിൽ ഒരു വിഭജനം ഉണ്ടാക്കാൻ ആഗ്രഹിച്ചു. അങ്ങനെ ഒരു അലഗ് വാദ്, അല്ലെങ്കിൽ നമ്മൾ വ്യത്യസ്തമാണെന്നുള്ള വാദം ഉണ്ടായി. അങ്ങനെയാണ് പാകിസ്ഥാൻ ഉണ്ടായത്. അതായത് പാകിസ്ഥാൻ ഉണ്ടാകുന്നതിന് പോലും അടിസ്ഥാന കാരണം ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും മനസ്സിലുള്ള ഈ വിഷലിപ്തമായ വർഗീയതയാണ്, വിഭാഗീയതയാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അങ്ങനെയാണ് പാകിസ്ഥാൻ യഥാർത്ഥത്തിൽ വന്നത്. 100% സത്യമാണ്. എല്ലാ ദിവസവും രാവിലെ എണീച്ചിരുന്ന് മുസ്ലിങ്ങളെ ചൊറിയുന്നതുകൊണ്ടാണ് തികച്ചും മതനിരപേക്ഷവാദിയായ ജിന്ന, അതായത് മുഹമ്മദ് അലി ജിന്ന മഹാത്മാഗാന്ധിയേക്കാൾ സെക്കുലർ ആയിരുന്നു. മഹാത്മാഗാന്ധി ടർക്കിയിലെ ഖിലാഫയ്ക്ക് വേണ്ടിയുള്ള പ്രക്ഷോഭവും മറ്റും നയിക്കുമ്പോഴും അലി ബ്രദേഴ്സിനെ കൂടെ കൂട്ടുമ്പോഴും എല്ലാം തികച്ചും സെക്കുലറായ ജിന്ന അത് വേണ്ട, മഹാത്മാഗാന്ധി സെക്കുലർ അല്ല, വേണ്ട രീതിയിൽ സെക്കുലർ അല്ലെന്ന് പറഞ്ഞൊരു വ്യക്തിയായിരുന്നു ജിന്ന. ജിന്ന പിന്നീട് പാകിസ്ഥാന്റെ പിതാവായി പോകുന്നത് എല്ലാ ദിവസവും രാവിലെ എണീച്ച് മുസ്ലിങ്ങളെ ചൊറിയുന്നത് ജീവിതവ്രതമായിട്ട് എടുത്താൽ എങ്ങനെയാണ് ഒരു രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ കഴിയുക? ഇന്നത്തെ ഫേസ്ബുക്കിലുള്ള അല്ലെങ്കിൽ ഇന്നത്തെ യൂട്യൂബിലുള്ള ആൾക്കാരെ തന്നെ നോക്കിയാൽ മതി. വാവരല്ല വാപൂരനാണെന്ന് പച്ച കള്ളം പറയുന്ന നാണമില്ലാത്തവന്മാർ, അല്ലെങ്കിൽ ഓരോ ദിവസവും പള്ളി ഉണ്ടാക്കി ആ പള്ളിയുടെ താഴെ അമ്പലമാണെന്ന് പറയുന്ന നാണമില്ലാത്തവന്മാർ, ഇത് എങ്ങനെയാണ് നമുക്കൊരു രാജ്യത്തിന് മുമ്പോട്ട് പോകാൻ കഴിയുക? അതുകൊണ്ട് നമ്മളെല്ലാവരും ഇവിടെ ഒരുമിച്ചാണ്. നമ്മളെല്ലാം ഇന്ത്യക്കാരാണ്, ഭാരതീയരാണ്, ഹിന്ദുക്കളാണ്, മുസ്ലിങ്ങളാണ്, ക്രിസ്ത്യാനികളാണ്, മനുഷ്യരാണ്. പക്ഷേ ഈ രാജ്യത്തിന്റെ മക്കളാണെന്ന തിരിച്ചറിവോടുകൂടി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. വളരെ സ്വാഗതാർഹമായ പ്രസ്താവന. അമ്പലവും പള്ളിയും ഡിസ്പ്യൂട്ട് ഉണ്ടാക്കുന്നവർ നമ്മുടെ രാജ്യത്തെ വിഭജിക്കാൻ ആഗ്രഹിക്കുകയാണ്. അമ്പലത്തിന് വേണ്ടിയല്ല ഇത് ചെയ്യുന്നത്, ദൈവത്തിന് വേണ്ടിയല്ല ചെയ്യുന്നത്, അവർക്ക് നേതാവാകാൻ വേണ്ടിയാണ്, അവർക്ക് രാഷ്ട്രീയം കളിക്കാൻ വേണ്ടിയാണുള്ള തിരിച്ചറിവ് നമ്മൾ ഹിന്ദുക്കൾക്കുണ്ടാകും. നമസ്കാരം. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. പോസിറ്റീവ് കമന്റ് ആകാം, നെഗറ്റീവ് കമന്റ് ആകാം, ഫീഡ്ബാക്ക് ആകാം, ഫീഡ് ഫോർവേഡ് ആകാം. നിങ്ങളുടെ എല്ലാ കമന്റ്സും ഇരുന്ന് ഞാൻ വായിക്കുകയുണ്ടാവും. അതെനിക്കൊരു ലേണിംഗ് എക്സ്പീരിയൻസ് ആണ്. നിങ്ങൾ അങ്ങനെ തരുന്ന പ്രോത്സാഹനവും ഉത്തേജനവും കൂടുതൽ സമയം വീഡിയോ ക്രിയേഷനും ലോകത്ത് ഇൻഫർമേഷനും പബ്ലിക് പോളിസിയെ കുറിച്ചുള്ള കാര്യങ്ങൾ പകരാനും റേഡിയേറ്റ് ചെയ്യാനും എനിക്ക് ഉത്തേജനം നൽകും. എല്ലാവിധ പ്രാർത്ഥനകളും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. പ്ലീസ് ലൈക്ക്, കമന്റ്, ഷെയർ, സബ്സ്ക്രൈബ്.